നമസ്കാരം. ഭക്തിസാന്ദ്രമായ ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 കർമ്മങ്ങളെല്ലാം ഈശ്വരൻ തരുന്നു. അതിനനുസരിച്ച് എല്ലാം ചെയ്യുന്നു എന്ന മനോഭാവമാണ് ഭക്തന് വേണ്ടത്. ഇതാണ് ഭക്തൻ്റെ ദാസമനോഭാവം. അങ്ങനെയുള്ള ഭക്തൻ ഒരു നിമിഷം പോലും വെറുതെ കളയുന്നില്ല. നഷ്ടപ്പെട്ട ഒരു നിമിഷം പോലും പിന്നെ ജീവിതത്തിൽ തിരിച്ചു കിട്ടില്ല എന്ന് ഭക്തനറിയാം. അതിനാൽ സ്ഥൂലദേഹം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും എന്ന് വേണ്ട നമ്മുടെ സകല ഉപാധികളെ കൊണ്ടും സദാ ഈശ്വര സേവയിൽ തന്നെ മുഴുകണം. ഈശ്വര പൂജ എപ്പോഴും ചെയ്യണം. ചെയ്യുന്നതാകട്ടെ ഈശ്വര പൂജയുമായിരിക്കണം. ഇനി ഭക്തനിലെ ദാസ്യ മനോഭാവത്തിന് മറ്റൊരു തലം കൂടിയുണ്ട്. ഉയർന്ന ഭക്തിയുടെ തലത്തിലെത്തിയിരിക്കുന്ന ഉത്തമനായൊരു ഭക്തന് സർവപ്രപഞ്ചവും ഏകനായ ഈശ്വരൻ്റെ നിയോഗത്താൽ പ്രവർത്തിക്കുന്നതാണെന്നും ഈശ്വരൻ തന്നെയാണ് സർവ്വതിലും വ്യാപിച്ചിരിക്കുന്നതെന്നും ബോധ്യമാകുന്നു. അപ്പോൾ സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരന് സേവ ചെയ്യാനുള്ളതാണ് ശരീരവും മനസ്സും ബുദ്ധിയുമെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെയുള്ള ഭക്തനിലെ ഭക്തിയും ദാസ്യഭക്തിയാണ്. രണ്ടു തരത്തിൽ പറഞ്ഞതിലുള്ള ദാസ്യഭക്തിയിലെയും വ്യത്യാസം ഇത്രമാത്രം. ആദ്യം പറഞ്ഞതിൽ ഭക്തന് കർത്തവ്യമാണ് ദാസ്യഭാവം. രണ്ടാമത്തേതിൽ ഉയർന്ന ഭക്തൻ്റെ തലത്തിൽ ദാസ്യം കർത്തവ്യമല്ല, അത് സ്വാഭാവികമായ ഭാവമാണ് എന്ന വ്യത്യാസം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ അന്നപൂർണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. ദേവി സർവവിചിത്രരത്നരുചിരാ ദാക്ഷായണി സുന്ദരീ വാമാസ്വാദുപയോധരാ പ്രിയകരി സൗഭാഗ്യമാഹേശ്വരീ ഭക്താഭീഷ്ടകരി സദാ ശുഭകരി കാശീപുരാധീശ്വരീ ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരീ ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരീ ദേവി സർവവിചിത്രരത്നരുചിരാ ദാക്ഷായണി സുന്ദരീ വാമാസ്വാദുപയോധരാ പ്രിയകരി സൗഭാഗ്യമാഹേശ്വരീ ഭക്താഭീഷ്ടകരി സദാ ശുഭകരി കാശീപുരാധീശ്വരീ ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന്നപൂർണേശ്വരീ ഭിക്ഷാം
ഭിക്ഷാം ദേഹി കൃപാവലംബനകരി മാതാന പൂർണേശ്വരി സന്ധ്യാദീപം. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. സ്വയം പ്രകാശിക്കുന്ന ദേവി സർവ്വതിനെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ചരാചര പ്രപഞ്ചത്തിനും മഹിമകൾ ദാനം ചെയ്യുന്ന ദേവി സതിയും പാർവതിയും ഒന്ന് തന്നെ എന്ന അനന്യചിന്ത ഭക്തരിൽ ഓർമ്മപ്പെടുത്തുന്നു. അന്നപൂർണേശ്വരി ദേവിയുടെ അനവധി നാമങ്ങൾ സ്തുതിക്കുന്ന ശ്ലോകമാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അന്നപൂർണ സ്തോത്രത്തിൽ 8ാമത്തെ ശ്ലോകമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഈ കൃതി അന്നപൂർണ അഷ്ടകം എന്നും പ്രസിദ്ധമാണ്. അങ്ങനെ 8 ശ്ലോകങ്ങളുള്ളതാണ്, അല്ലെങ്കിൽ 8 ശ്ലോകങ്ങളുള്ളതായിരുന്നു ഈ പാഠമെങ്കിൽ ഈ 8ാം ശ്ലോകമാണ് ഒടുവിലത്തെ ശ്ലോകമായി മാനിക്കപ്പെടേണ്ടത്. തുടർന്നുള്ളത് ശിഷ്യന്മാരെഴുതിയതാവാം, അഥവാ കാലാന്തരത്തിൽ ചേർക്കപ്പെട്ടതാകാം. മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, കനകധാര സ്തോത്രത്തിൽ 21 ശ്ലോകങ്ങളാണുള്ളത്. എന്നാൽ പ്രചരിതങ്ങളായ പല പാഠങ്ങളിലും 25 ശ്ലോകങ്ങളുണ്ട്. അത് പറഞ്ഞു വരുന്നത് ഓരോ ശിഷ്യനും സുരേശ്വരാചാര്യരും ഹസ്താമലകാചാര്യരും പത്മപാദാചാര്യരും തോടകാചാര്യരും ഓരോ ശ്ലോകം വീതം എഴുതി ചേർത്തു എന്നാണ്. അതുപോലെ ഇതിലും എഴുതി ചേർക്കപ്പെട്ടുവോ അറിയില്ല. ഏതായാലും അഷ്ടകം എന്നുള്ള പേര് അർത്ഥവത്താവണമെങ്കിൽ 8 ശ്ലോകങ്ങളെ ഉണ്ടാവാൻ പാടുള്ളൂ. എന്നാൽ നമുക്ക് ലഭിക്കുന്നതിലാകട്ടെ വീണ്ടും തുടരുകയാണ്. 11, 12 എന്നീ വിധം ശ്ലോകങ്ങളുണ്ട്. എല്ലാ ശ്ലോകങ്ങളും ഒരുപോലെ മഹിമായുക്തങ്ങളാണ്, സുന്ദരങ്ങളാണ്. ഏതായാലും നമുക്ക് ഈ 8ാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ദേവി സർവവിചിത്രരത്നരുചിരാ ദാക്ഷായണീ സുന്ദരീ വാമാ സ്വാദുപയോധരാ പ്രിയകരീ സൗഭാഗ്യമാഹേശ്വരീ ഭക്താഭീഷ്ടകരീ സദാശുഭകരീ കാശീപുരാധീശ്വരീ ഭിക്ഷാം ദേഹി കൃപാവലംബനകരീ മാതാന്നപൂർണേശ്വരീ ദേവി സർവവിചിത്രരത്നരുചിരാ ദാക്ഷായണീ സുന്ദരീ വാമാ സ്വാദുപയോധരാ പ്രിയകരീ സൗഭാഗ്യമാഹേശ്വരീ ഭക്താഭീഷ്ടകരീ സദാശുഭകരീ കാശീപുരാധീശ്വരീ ഭിക്ഷാം ദേഹി കൃപാവലംബനകരീ മാതാന്നപൂർണേശ്വരീ ദേവി സർവവിചിത്ര രത്നരുചിരാ. ആദ്യം തന്നെ ദേവി, നേരത്തെയും ദേവി ശബ്ദം വന്നു. എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവളാണ് ദേവി, ദ്യോതിപ്പിക്കുന്നവൾ.
താത്പര്യം സകല പ്രപഞ്ച വ്യവസ്ഥകളെയും നിലനിർത്തി പരിപാലിച്ച് പ്രകാശിപ്പിക്കുന്നവൾ, അഥവാ സ്വയം പ്രകാശരൂപത്തോടൊത്തവൾ, സ്വയം പ്രകാശിനി എന്ന് പറയാം. അപ്പോൾ സ്വയം പ്രകാശിക്കുന്നവളാണ് ദേവി, തദ്വാര സകലത്തെയും പ്രകാശിപ്പിക്കുന്നവളാണ് ദേവി. ഇനി ദേവശബ്ദത്തിൻ്റെ അർത്ഥങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദാനം ചെയ്യുന്നവളാണെന്ന് പറയാം. എല്ലാ ചരാചര പ്രപഞ്ചത്തിനും അതതിൻ്റെ മഹിമകളെ ദാനം ചെയ്യുന്നവൾ, അതുമല്ലെങ്കിൽ ആകാശത്തിൽ വസിക്കുന്നവളെന്ന് പറയാം. ഇപ്പം സകല ദേവലോകത്തിനും അധീശയായി വസിക്കുന്നവളെന്നോ സകല ജീവരാശിയുടെയും ഹൃദയത്തിൽ ആത്മഭാവേന വസിക്കുന്നവളെന്നോ രണ്ടർത്ഥവും അവിടെ സ്വീകാര്യമാകും. ഇങ്ങനെ അനേക അർത്ഥയുക്തമായ പദമാണ് ദേവി എന്നുള്ളത്. സർവവിചിത്രരത്ന രുചിര, രുചിര ശോഭിക്കുന്നവൾ, പ്രകാശിക്കുന്നവൾ. എങ്ങനെ പ്രകാശിക്കുന്നവൾ? സർവ വിചിത്രരത്നങ്ങളാലും, വിചിത്രങ്ങളായ രത്നങ്ങൾ. രത്നവിദ്യയിൽ അദ്വിതീയമായ പരിജ്ഞാനം നമ്മുടെ പൂർവാചാര്യന്മാർക്ക്, പൂർവഋഷിമാർക്കുണ്ടായിരുന്നു. പല വിധങ്ങളായ രത്നങ്ങളെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അത്തരം വിചിത്രങ്ങളായ സർവവിധ രത്നങ്ങളും ധരിച്ചതുകൊണ്ട് രത്നശോഭയോടുകൂടിയവൾ, സർവവിചിത്ര രത്നരുചിര. ദാക്ഷായണി, ദാക്ഷായണി ദക്ഷപുത്രി, ദക്ഷ പ്രജാപതിയുടെ പുത്രി. ഇവിടെ ഇത്രയും നേരം ദേവിയുടെ നാമങ്ങൾ പറഞ്ഞതിലൊക്കെ ഉമാ, പാർവതി, ഹൈമവതി ഇത്യാദി ഹിമാലയപുത്രിയായ, പർവ്വതപുത്രിയായ പാർവതിയുടെ നാമങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇവിടെയാകട്ടെ ദാക്ഷായണി എന്ന് പറഞ്ഞു, ദക്ഷപുത്രി എന്ന്. ദക്ഷപുത്രി സതിയാണ്. ഇപ്പം സതിയും പാർവതിയും ഒന്നു തന്നെ എന്നുള്ള ആ അനന്യഭാവത്തെ കാണിക്കുകയാണ് ദാക്ഷായണി ശബ്ദപ്രയോഗത്തിലൂടെ. അപ്പം ദാക്ഷായണി തന്നെയാണ് പാർവതി, സതി തന്നെയാണ് പാർവതി. ഈ ഒരു ഭാവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ദക്ഷപുത്രി, സുന്ദരി, സകല സൗന്ദര്യങ്ങളുടെയും ധാമം, അങ്ങേയറ്റത്തെ സുന്ദരിയായവൾ. ഇവിടെ സുന്ദരി എന്നുള്ളതിലൂടെ ത്രിപുര സുന്ദരി, ഭുവനേശ്വരി അർത്ഥമാക്കപ്പെടുകയാണ്. ഇപ്പോൾ ത്രിപുരസുന്ദരിയായിരിക്കുന്ന ഭഗവതി, ദാക്ഷായണി, ഇങ്ങനെ ദേവിയുടെ വിവിധ നാമങ്ങളെ പറയുന്നു. ഒടുവിൽ ഭിക്ഷ നൽകാനായിക്കൊണ്ടുള്ള പ്രാർത്ഥനയും. നമുക്കത് അടുത്ത പ്രാവശ്യം തുടരാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.